കൃതി, വർഷം, കർത്താവ്. ആഞ്ചലോ ഫ്രാൻസിസ് 1713 വാമൊഴിയുടെ വ്യാകരണം എന്ന കൃതി രചിച്ചു. ഓക്കെ, അപ്പോൾ വാമൊഴിയുടെ വ്യാകരണം എന്ന കൃതി ആരാണ് രചിച്ചത്? 1713 ആഞ്ചലോ ഫ്രാൻസിസ്. അത് നമുക്ക് ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. അതായത് കേരളത്തിൽ ആദ്യമായിട്ടെത്തിയ അല്ലെങ്കിൽ സുവിശേഷ പ്രചരണത്തിനെത്തിയ ആഞ്ചലോ ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ, ഫ്രാൻസിസ് മിക്ക അച്ഛന്മാരുടെയും പേര് ഫ്രാൻസിസ് എന്നാണല്ലോ. അപ്പോൾ ചലോ വരിക എന്നൊക്കെ ഉള്ള ഒരു ആ ഹിന്ദിയിലെ വേർഡ് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ആഞ്ചലോ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഫാദർ വന്നിട്ട് ഇവിടെ 1713 കേട്ടോ. എന്നിട്ട് ഈ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ നാട്ടിലെ ഭാഷയൊക്കെ വാമൊഴി ഭാഷയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് സുവിശേഷ പ്രചരണം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ വാമൊഴിയുടെ വ്യാകരണം, വാമൊഴി എന്ന് പറയുന്ന കണക്ഷനിൽ 1713 ആഞ്ചലോ ഫ്രാൻസിസ് പള്ളിയിലച്ഛൻ പള്ളിയിലും സുവിശേഷം പറയണമെങ്കിൽ വാമൊഴിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏത് വർഷം? 1713. അപ്പോൾ വാമൊഴിയുടെ വ്യാകരണം 1713 ആഞ്ചലോ ഫ്രാൻസിസ്. അപ്പോൾ ഈ ആഞ്ചലോ ഫ്രാൻസിസിനൊരാഗ്രഹം, വാമൊഴിയെക്കുറിച്ചൊക്കെ ഞാൻ കുറേ മനസ്സിലാക്കിയല്ലോ, ഇനി ഇവിടെ ഒരു സംഗീതം വേണം, പള്ളിയിൽ നമ്മൾ സംഗീതം കേൾക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പിയാനോയിൽ ഒരു മ്യൂസിക് ചെയ്യണം എന്നുള്ള ഇതിൽ ക്ലെമൻറ്റ് പിയാനിയസിൻ്റെ അടുത്ത് അദ്ദേഹത്തിനടുത്ത് ചെല്ലുകയും അങ്ങനെ ഒരു ആവശ്യം പറയുകയും ചെയ്തു. അങ്ങനെ ക്ലെമൻറ്റ് പിയാനിയസ്, പിയാനോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. അതുപോലെ പിയാനോയിൽ കുറേ മ്യൂസിക് ചെയ്യുന്നു. ആൽഫബത്തം ഗ്രന്ഥാനിക്കോ മലബാറയ്ക്കും സിവേ സംസ്കൃതോനിക്ക. ഇത് ഒരു കൃതിയുടെ പേരാണ് കേട്ടോ. അപ്പോൾ അത് ഏത് വർഷം? 1772. ഓക്കെ, അപ്പോൾ 72 വരികളുള്ള ഒരു പാട്ട് ഈ പറയുന്ന ക്ലെമൻറ്റ് പിയാനിയസ് ചെയ്യുന്നു. എന്താണ് പാട്ട്? ആൽഫബത്തം ഗ്രന്ഥാനിക്കോ മലബാറിക്കം സിവേ സംസ്കൃതോ നിക്ക. ഓക്കെ, 1772. ആരാണ് കർത്താവ്? ക്ലെമൻറ്റ് പിയാനിയസ്. 1772 ആൽഫബത്തം ഗ്രന്ഥാനിക്കോ മലബാറിക്കം സിവേ സംസ്കൃതോ നിക്ക. വാമൊഴി കഴിഞ്ഞു, അതൊരു പാട്ടിലൊക്കെ ആക്കി. ഇനി എന്തുകൊണ്ട് അതൊരു ഗ്രന്ഥഭാഷയിലേക്ക് മാറിക്കൂടാ എന്നുള്ളൊരു ചിന്ത ആ ഒരു ഫാദറിന് വരുന്നു. അങ്ങനെ അർണോസ് പാതിരിയെ സമീപിക്കുന്നു. 1781 അർണോസ് പാതിരിയെ സമീപിക്കുന്നു. എന്തിനാണ്? ഗ്രന്ഥഭാഷയിലേക്ക് ഇതൊക്കെ മാറ്റണമെന്ന ഒരാവശ്യവുമായിട്ട്. അപ്പോൾ ഗ്രന്ഥഭാഷയുടെ വ്യാകരണം 1781 അർണോസ് പാതിരി. ഓക്കെ, അർണോസ് പാതിരിയാണ് 1771 ഗ്രന്ഥഭാഷയുടെ വ്യാകരണം. ഓക്കെ, ആദ്യം വാമൊഴി, പിന്നെ അതൊരു മ്യൂസിക്കായി, പിന്നെ ഗ്രന്ഥഭാഷയുടെ വ്യാകരണം 1781 അർണോസ് പാതിരി. അതായത് ഗ്രന്ഥഭാഷയിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ലെറ്റർ ഏതാ? ആയാണല്ലേ, എല്ലാത്തിനും തുടക്കം ആ. അപ്പോൾ ഗ്രന്ഥഭാഷയിൽ നിന്ന് കേൾക്കുമ്പോഴേ അർണോസ് പാതിരിയെ ഓർക്കുക. അങ്ങനെ റോബർട്ട് ഡ്രമണ്ട് എന്ന് പറയുന്ന ഒരാൾ വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു. അയാൾ പറയുകയാണ്, ഭാഷ വെറുതെ പഠിച്ചാൽ പോരാ, ഒരു ഡയമണ്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ പറയുന്ന ഗ്രാമറിന്, മലബാർ ലാംഗ്വേജസിലെ ഗ്രാമറിന് ഒരു ഡയമണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 1799 റോബർട്ട് ഡ്രമണ്ട് എന്ന് പറയുന്ന ആൾ ഗ്രാമർ ഓഫ് ദി മലബാർ ലാംഗ്വേജ് എന്ന് പറയുന്ന കൃതി രചിക്കുന്നു. ഓക്കെ, വാമൊഴി, പിന്നെ ഈ പറയുന്ന ആൽഫബത്തം, അത് കഴിഞ്ഞിട്ട് ഗ്രന്ഥഭാഷയുടെ വ്യാകരണം, അത് കഴിഞ്ഞ് ഗ്രാമർ ഓഫ് ദി മലബാർ ലാംഗ്വേജ്. അതായത് ഒരു ഡയമണ്ടിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഉണ്ട് മലബാർ ഗ്രാമർ എന്നൊക്കെ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് ഓർത്ത്. അപ്പോൾ ഗ്രാമർ ഓഫ് ദി മലബാർ ലാംഗ്വേജ് 1799 റോബർട്ട് ഡ്രമണ്ട്. ഏതാ കൃതി? ഗ്രാമർ ഓഫ് ദി മലബാർ ലാംഗ്വേജ്. അപ്പോൾ അവിടേക്ക് ഈ എഫ് സ്പ്രിങ് എന്ന് പറയുന്ന ആൾ വന്നിട്ട് പറയാണ്, ഈ ഔട്ട്ലൈൻ കൂടെ പഠിച്ചാലേ, ഗ്രാമറിൻ്റെ ഔട്ട്ലൈൻ കൂടി പഠിച്ചാലേ അത് പൂർണ്ണമാകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഔട്ട്ലൈൻ ഓഫ് എ ഗ്രാമർ ഓഫ് ദി മലയാളം ലാംഗ്വേജ് എന്ന് പറയുന്ന കൃതി കൊണ്ടുവരികയാണ് 1839 എഫ് സ്പ്രിങ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ എഫ് സ്പ്രിങ് എന്ന് പറയുമ്പോൾ വേർഡും ഔട്ട്ലൈൻ എന്ന് പറയുന്ന വേർഡും കണക്ട് ചെയ്ത് ഓർമ്മിക്കുക. ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ രൂപത്തിൽ അങ്ങനെ ഒരു കണക്ഷനിൽ ഓർമ്മിക്കുക. ഔട്ട്ലൈൻ ഓഫ് എ ഗ്രാമർ ഓഫ് ദി മലയാളം ലാംഗ്വേജ് 1839 എഫ് സ്പ്രിങ്. ഓക്കെ, അപ്പോൾ വാമൊഴിയുടെ വ്യാകരണം 1713 ആഞ്ചലോ ഫ്രാൻസിസ്. ആൽഫബത്തം ഗ്രന്ഥാനിക്കോ മലബാറിക്കും സിവേ സംസ്കൃതോനിക്ക 1772 ക്ലെമൻറ്റ് പിയാനിയസ്. ഗ്രന്ഥഭാഷയുടെ വ്യാകരണം അർണോസ് പാതിരി 1781. ഗ്രാമർ ഓഫ് ദി മലബാർ ലാംഗ്വേജ് ആരാണ്? റോബർട്ട് ഡ്രമണ്ട്. ഔട്ട്ലൈൻ ഓഫ് എ ഗ്രാമർ ഓഫ് ദി മലയാളം ലാംഗ്വേജ് 1839 എഫ് സ്പ്രിങ്.